Hi students, I am Sreeja. IGNOU യൂണിവേഴ്സിറ്റിയുടെ MCOM സെക്കൻഡ് സെമസ്റ്ററിലെ ബിസിനസ് എത്തിക്സ് ആൻഡ് CSR MCO 24ലെ 8th യൂണിറ്റാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. യൂണിറ്റ് 8 ബിസിനസ് എത്തിക്സ് ആൻഡ് CSR ലിങ്കേജ്. ഈ ഒരു ചാപ്റ്ററിൽ ബിസിനസ് എത്തിക്സും CSRും തമ്മിലുള്ള ഒരു ലിങ്കേജിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതായത് അത് തമ്മിലുള്ള ഒരു കണക്ഷൻ, CSRും ബിസിനസ് എത്തിക്സും തമ്മിലുള്ള ഒരു കണക്ഷനെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു ഓവർവ്യൂ, ബിസിനസ് എത്തിക്സും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തമ്മിലുള്ള കണക്ഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയി പറയാം. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് തിയറട്ടിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് ബിസിനസ് എത്തിക്സിൽ കുറച്ച് തിയറീസും ഇതിൽ അഡീഷണൽ ആയിട്ട് പറയാനുണ്ട്. അതുപോലെ റിലേഷൻ ബിറ്റ്വീൻ ബിസിനസ് എത്തിക്സും സൊസൈറ്റിയും സൊസൈറ്റിയും തമ്മിലുള്ള ഒരു റിലേഷനും കുറച്ച് തിയറീസും എത്തിക്സിലെ കുറച്ച് ബിസിനസ് എത്തിക്സും CSRും ഒക്കെ കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് തിയറീസും നമുക്ക് നോക്കാം. ഇനീഷ്യലി കമ്പനികളെല്ലാം തന്നെ നിലനിൽക്കുന്നത് തന്നെ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കമ്പനികളുടെ എല്ലാം അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. ഏതൊരു ബിസിനസ്സിൻ്റെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും. അതിൻ്റെ ഓണേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയ്ക്ക് പകരമായി അല്ലെങ്കിൽ അത് തിരിച്ചെടുക്കുക അല്ലെങ്കിൽ അതിന് പകരമായി ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഏതൊരു ബിസിനസ്സും നിൽക്കുന്നത്. അതുപോലെ തന്നെ ആ ബിസിനസ് നിൽക്കുന്ന സൊസൈറ്റിയോട് അതിന് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കും. ഏതൊരു ബിസിനസ്സും അത് നിലനിൽക്കുന്ന സമൂഹത്തോട് അതിന് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കും. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് CSR എന്താണ്, എത്തിക്സ് എന്താണ് എന്നതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് മോറൽ പ്രിൻസിപ്പിൾസ് ആണ്. ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ്? മോറൽ പ്രിൻസിപ്പിൾസ് ആണ്. that act as the guidelines for the way as the business conduct itself and its transaction. ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്നതിനും അതിൻ്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തിക്കൊണ്ടു പോകുന്നതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മോറൽ ഗൈഡ് ലൈൻസ് ആണ് എത്തിക്സ്. നമ്മൾ പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ ഇതിൽ ഫ്യൂ കമ്പനീസ് ഹാവ് റെക്കഗ്നൈസ്ഡ് ദി നീഡ് ടു കമ്പൈൻ ദെയർ ആക്ടിവിറ്റീസ് വിത്ത് എത്തിക്സ് ആൻഡ് ദെയർ ഒബ്ലിഗേഷൻ ടുവാർഡ് സൊസൈറ്റി ഓർ ദി എൻവയോൺമെൻറ്റ്. അതായത് ഒരു ബിസിനസ് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റീസ് വളരെ സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ അതെന്ത് ചെയ്യണം? ബിസിനസ് തിരിച്ചറിയണം. കമ്പൈൻ ദെയർ ആക്ടിവിറ്റീസ് വിത്ത് എത്തിക്സ് ആൻഡ് their obligation towards society or environment. അതിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം കമ്പൈൻ ചെയ്യണം. ബിസിനസ് ആക്ടിവിറ്റീസിനെല്ലാം കമ്പൈൻ ചെയ്യണം. എന്തുമായിട്ട് കമ്പൈൻ ചെയ്യണം? വിത്ത് എത്തിക്സ് ആയിട്ടും അതുപോലെ തന്നെ അവരുടെ ഒബ്ലിഗേഷൻസ് എല്ലാം സൊസൈറ്റിയുമായിട്ടും എൻവയോൺമെൻറ്റുമായിട്ടും കമ്പൈൻ ചെയ്യണം. അതായത് ബിസിനസ്സിൻ്റെ സ്മൂത്ത് ഫങ്ഷന് വേണ്ടി, ബിസിനസ്സിന് സിസ്റ്റമാറ്റിക് ആയിട്ട് നടന്നു പോകാനായി എന്ത് ചെയ്യണം? ബിസിനസ് ആക്ടിവിറ്റീസിനെല്ലാം എത്തിക്സുമായും അതുപോലെ സൊസൈറ്റിയുമായും എൻവയോൺമെൻറ്റുമായും കമ്പൈൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ ബിസിനസ്സിന് ലോങ് ടേം ആയിട്ടുള്ള ഒരു നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ന്യൂമറസ് ചേഞ്ചസ് ആൾസോ ദർ ഹാവ് ബീൻ ന്യൂമറസ് ചേഞ്ചസ് ഇൻ ദി സ്പെയർ ഓഫ് മോഡേൺ ബിസിനസ് ഓപ്പറേഷൻ. മോഡേൺ ബിസിനസ്സിൽ കുറേയധികം ന്യൂമറസ് ചേഞ്ചസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഗ്ലോബലൈസേഷനും റാപ്പിഡ് ടെക്നോളജിക്കൽ ചേഞ്ചസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ടും ആഗോളവൽക്കരണം, അതുപോലെ ടെക്നോളജിക്കലായിട്ടുള്ള സാങ്കേതികപരമായിട്ടുള്ള കുറേയധികം മുന്നേറ്റങ്ങൾ, കടന്നുകയറ്റങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ലോകത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്ത് അതിനെയൊക്കെ ചലഞ്ച് ചെയ്ത് പിടിച്ചു നിൽക്കാനായിട്ട് ബിസിനസ്സിന് കഴിയണം. അതിനു വേണ്ടിയാണ് കുറേയധികം സ്ട്രാറ്റജീസ് ബിസിനസ് അപ്ലൈ ചെയ്യുന്നത്. സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്താൽ മാത്രം ഒരു ബിസിനസ്സിന് നിലനിന്ന് പോകാനായിട്ട് സാധിക്കില്ല.
they also consider the concept of corporate social responsibility. ഈ സ്ട്രാറ്റജീസ് കൊണ്ട് മാത്രം ബിസിനസ്സിന് തുടർന്നുകൊണ്ട് നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. എന്ത് ചെയ്യണം? ബിസിനസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSR എന്ന് പറയുന്ന കൺസെപ്റ്റും അതുപോലെ ബിസിനസ് എത്തിക്സ് എന്ന കൺസെപ്റ്റും അപ്ലൈ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ഇത് അഡോപ്റ്റ് ചെയ്താൽ മാത്രമേ, ബിസിനസ്സിൽ കൊണ്ടുവന്നാൽ മാത്രമേ ബിസിനസ്സിന് നിലനിൽക്കുക, ഇന്നത്തെ മാറിക്കൊണ്ടിരിക്കുന്ന ചലഞ്ചിങ് ആയിട്ടുള്ള ഈ വേൾഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി കമ്പനീസ് അഡോപ്റ്റഡ് ന്യൂ അപ്രോച്ചസ്, കുറച്ച് അപ്രോച്ചസ് അപ്രോച്ചസ് ടു CSR കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് അപ്രോച്ചസ് പറയുന്നുണ്ട്. കമ്പനീസ് ഹാവ് അഡോപ്റ്റഡ്, പുതിയ ന്യൂ അപ്രോച്ചസ് അഡോപ്റ്റ് ചെയ്യണം. കമ്പനികളെല്ലാം എന്ത് ചെയ്യണം? ന്യൂ അപ്രോച്ചസ് അഡോപ്റ്റ് ചെയ്യണം ടു CSRന് വേണ്ടി കുറച്ച് അപ്രോച്ചസ് അഡോപ്റ്റ് ചെയ്യണം. എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? ദി കൺസെപ്റ്റ് ഓഫ് CSR ഈസ് വ്യൂഡ് ആസ് എ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ബിസിനസ്സിൻ്റെ അവസരമായി ഇതിനെ കാണണം. കൺസെപ്റ്റ് ഓഫ് CSR ഈസ് വ്യൂഡ് ആസ് എ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ബിസിനസ്സിൻ്റെ ഒരു അവസരമായി, ഒരു ഓപ്പർച്യൂണിറ്റി ആയി CSRനെ കാണണം എന്നുള്ളതാണ് ഫസ്റ്റ് അഡോപ്റ്റ് ചെയ്യേണ്ട കാര്യം. അതുപോലെ നെക്സ്റ്റ് അടുത്തൊരു കാര്യം പറയുന്നത്, കമ്പനീസ് ആർ ആക്സെപ്റ്റിംഗ് ദി റോൾ ഓഫ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് സച്ച് ആസ് ഇൻവെസ്റ്റേഴ്സ്, റെഗുലേറ്റേഴ്സ് ആൻഡ് എംപ്ലോയീസ്. മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഇൻവെസ്റ്റേഴ്സിനെയും റെഗുലേറ്റേഴ്സിനെയും എംപ്ലോയീസിനെയും ഒക്കെ ആക്സെപ്റ്റ് ചെയ്യണം. അവരുടെ റോള് കൂടി കമ്പനികൾ എന്ത് ചെയ്യണം? ആക്സെപ്റ്റ് ചെയ്യണം. അവരുടെ റോള് കൂടി അവരില്ലെങ്കിൽ ബിസിനസ്സിന് നിലനിൽപ്പില്ല എന്നുള്ളത് മനസ്സിലാക്കി എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും, എല്ലാ ഇൻവെസ്റ്റേഴ്സിനെയും, റെഗുലേറ്റേഴ്സിനെയും, എംപ്ലോയീസിനെയും എല്ലാത്തിനെയും ആക്സെപ്റ്റ് ചെയ്യണം. കമ്പനികൾ എന്ത് ചെയ്യണം? ആക്സെപ്റ്റ് ചെയ്യണം. അവർക്ക് അവരുടേതായ വില കൊടുത്ത് അവരെ ആക്സെപ്റ്റ് ചെയ്യണം. അടുത്തൊരു കാര്യം അഡോപ്റ്റ് ചെയ്യുന്നത്, CSR ഈസ് യൂസ്ഡ് ആസ് എ സ്ട്രാറ്റജിക് ലോങ് ടേം അപ്രോച്ച്. അതായത് കുറച്ച് കാലത്തേക്ക് വേണ്ടിയല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ അങ്ങനെ ലോങ് ടേം ആയിട്ടുള്ള ഒരു അപ്രോച്ചായിട്ട്, കുറേ കാലങ്ങളിലേക്കുള്ള ഒരു അപ്രോച്ചായിട്ട് CSRനെ കാണണം. കുറച്ച് കാലത്തേക്ക് മാത്രം, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ചെറിയ എന്തെങ്കിലും ഒരു കാര്യം മാത്രം അഡോപ്റ്റ് ചെയ്യാതെ ലോങ് ടേം ആയിട്ടുള്ള ബിസിനസ്സിൻ്റെ ലോങ് ടേം ആയിട്ടുള്ള ഒരു നിലനിൽപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ലോങ് ടേം അപ്രോച്ചസ് ആയിട്ട് CSRനെ കണ്ടിരിക്കണം എന്നുള്ളതാണ് ഈ മൂന്ന് കാര്യങ്ങളായിട്ട് പറയുന്നത്. കമ്പനി അഡോപ്റ്റ് ചെയ്യണം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അഡോപ്റ്റ് ചെയ്ത് CSRൻ്റെ ഭാഗമായിട്ട് അഡോപ്റ്റ് ചെയ്താൽ കമ്പനികൾക്ക് കുറച്ച് കാലം കൂടി കുറച്ച് ലോങ് ടേം ആയിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് ബിസിനസ് എത്തിക്സ്. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞതാണ് ബിസിനസ് എത്തിക്സ്. എത്തിക്സ് എന്താണെന്ന് പറഞ്ഞു, ബിസിനസ് എത്തിക്സ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് എത്തിക്സ്? ഈസ് ഡിറൈവ്ഡ് ഫ്രം ഗ്രീക്ക് വേർഡ് എത്തോസ്. എത്തിക്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം, ഇവിടെ പറയുന്നത് എന്താണ്? എത്തിക്സ് എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ഫ്രം ഗ്രീക്ക് വേർഡ് എത്തോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. അതായത് ക്യാരക്ടർ ഓർ കസ്റ്റം എന്ന മീനിങ് വരുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് എത്തിക്സ് എന്ന ടേം വന്നിട്ടുള്ളത്. അതുപോലെ ബിസിനസ് എത്തിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ് വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട്സ് റൈറ്റ് ആൻഡ് റോങ്ങും എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ ഗുഡ് ഓർ ബാഡ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ റോങ്ങായ കാര്യങ്ങൾ അല്ലെങ്കിൽ ബാഡായ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്ത് റൈറ്റായ കാര്യങ്ങൾ മാത്രമേ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് എത്തിക്സ് എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് ഒരു മോറൽ പ്രിൻസിപ്പിളാണ്. ഒരു ഓർഗനൈസേഷൻ്റെ ഒരു ഗ്രോത്തിൻ്റെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു മോറൽ പ്രിൻസിപ്പിളാണ് ബിസിനസ് എത്തിക്സ്. ശരിക്കും ബിസിനസ് എത്തിക്സും പേഴ്സണൽ എത്തിക്സും ഡിഫറെൻ്റ് ആണ്. ബിസിനസ് എത്തിക്സ് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എത്തിക്സ് ശരിയും തെറ്റും അല്ലെങ്കിൽ ഗുഡ് ഓർ ബാഡ് റൈറ്റ് ഓർ റോങ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈസിയാണ്. പക്ഷേ ബിസിനസ് എത്തിക്സ് എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടേമായിട്ട് നമ്മളതിനെ കാണുക തന്നെ വേണം. മാർക്കറ്റ് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് അല്ലെങ്കിൽ ഗ്ലോബൽ ലെവലിലേക്ക് വളർന്നതിന് ശേഷമാണ് ഈ ഒരു ഇങ്ങനെ ഒരു കൺസെപ്റ്റ് എത്തിക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും ഫോളോ ചെയ്യാനായിട്ട് ബിസിനസ് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ടെക്നോളജിക്കലായ അഡ്വാൻസ്മെൻ്റ് ആയിട്ടുള്ള ഗ്ലോബലൈസേഷനൊക്കെ ചേഞ്ച് കൊണ്ടുവരുന്ന ഡൈനാമിക് ആയിട്ടുള്ള ഈ പറയുന്ന ഒരു വേൾഡിൽ നിൽക്കണമെങ്കിൽ കമ്പനികളിൽ എന്ത് ചെയ്യണം? കമ്പനികളിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വരണമെങ്കിൽ, അവരുടെ പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ
എന്ത് ചെയ്യണം? ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്തിരിക്കണം. അപ്പോൾ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നതിന് സിഗ്നിഫിക്കൻ്റ് ഗ്രോത്ത് ഇൻ ഓർഗനൈസേഷനിൽ ബിസിനസ് എത്തിക്സിന് സിഗ്നിഫിക്കൻ്റ് ആയ ഒരു ഗ്രോത്താണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ഇറ്റ് കംപ്രൈസസ് ഓഫ് ആൾ എത്തിക്കൽ ഇഷ്യൂസ്. ഇത് ഒരുപാട് കാര്യങ്ങളെ കംപ്രൈസ് ചെയ്യുന്ന എല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ് കംപ്രൈസസ് ആൾ ഓഫ് ദി എത്തിക്കൽ ഇഷ്യൂസ്. കുറേയധികം എത്തിക്കൽ പ്രോബ്ലംസിനെ കംപ്രൈസ് ചെയ്തുകൊണ്ട് അതിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇവിടെ എത്തിക്സിൽ ശ്രമിക്കുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ് റൂൾസ്, സ്റ്റാൻഡേർഡ്സ്, പ്രിൻസിപ്പിൾസ്. ഇതിൽ എന്തൊക്കെയുണ്ട്? കുറേയധികം റൂൾസ് ഉണ്ട്, സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കും. എത്തിക്സിൽ കുറേയധികം റൂൾസ്, സ്റ്റാൻഡേർഡ്സ്, പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കും. എന്നിട്ട് പ്രൊവൈഡ് ഗൈഡ് ലൈൻസ്. അതെന്ത് ചെയ്യാണ്? ഗൈഡ് ലൈൻസ്, ഒരു മാർഗനിർദ്ദേശം കൊടുക്കുന്ന റൂൾസാണ്. For ethically appropriate behavior in management decisions related to company operation. ഒരു കമ്പനിയിലെ ഓപ്പറേഷൻസ് എങ്ങനെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ മാനേജറിയൽ ഡിസിഷൻസ് എങ്ങനെ ആയിരിക്കണം, അത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടി എന്തൊക്കെ റൂൾസ്, എങ്ങനെയൊക്കെ ഇതൊക്കെ സ്റ്റാൻഡേർഡ്സ്, പ്രിൻസിപ്പിൾസ് ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കുറേയധികം മോറൽ പ്രിൻസിപ്പിൾസ്, മോറൽ റൂൾസ് ഒക്കെ അടങ്ങുന്ന ഒരു കാര്യമാണ് ഇത് എത്തിക്സ്, ബിസിനസ് എത്തിക്സ്. അത്രയും കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത് ഈ ഒരു ബിസിനസ് എത്തിക്സ്. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞതാണ്. വായിക്കുക, ശ്രദ്ധിച്ച് വായിക്കുക. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് ഓഫ് ബിസിനസ് എത്തിക്സ്. പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? വീക്ഷണം. ഓരോരുത്തരുടെ വ്യൂ പോയിൻ്റ് എങ്ങനെയാണ്? ബിസിനസ് എത്തിക്സിനെ കുറിച്ചിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് പേഴ്സ്പെക്റ്റീവാണ് നെക്സ്റ്റ് പറയുന്നത്. അതായത് എല്ലാവരും ഒരുപോലെയല്ല, എല്ലാ രാജ്യങ്ങളും എല്ലാ ബിസിനസ്സും ഒരുപോലെയല്ല ബിസിനസ് എത്തിക്സിനെ കാണുന്നത്. ചില രാജ്യങ്ങളിലൊക്കെ എത്തിക്സ് കമ്പൾസറി ആണ്, ചില രാജ്യങ്ങളിൽ എത്തിക്സ് അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. ഓരോ ബിസിനസ്സും ബിസിനസ് ഓർഗനൈസേഷൻ ഡിഫറെൻറ്റ് വ്യൂവിലാണ് ബിസിനസ് എത്തിക്സിനെ കാണുന്നത്. അപ്പം പേഴ്സണൽ എത്തിക്സ് എന്ന് പറയുന്നത് ഇതിൽ കുറച്ച് പെർസ്പെക്റ്റീവ് പറയാം. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് പേഴ്സണൽ ആൻഡ് ബിസിനസ് എത്തിക്സ് ആണ്. പേഴ്സണൽ ആൻഡ് ബിസിനസ് എത്തിക്സ്. അതായത് പേഴ്സണൽ എത്തിക്സ് എന്ന് പറയുന്നത് 90% സെൽഫായിട്ട് എടുക്കുന്ന ഒരു ഡിസിഷനാണ്. പേഴ്സണലായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നു. അങ്ങനെ പേഴ്സണൽ എത്തിക്സ് ബിസിനസ്സിലേക്ക് വരുമ്പോൾ പേഴ്സണൽ എത്തിക്സിലില്ലാത്ത ഒരുപാട് കോംപ്ലക്സിറ്റീസ് ഇതിൽ വരാം, ബിസിനസ് എത്തിക്സിൽ വരാം. ബിസിനസ്സിൽ തീരുമാനമെടുക്കുന്നത് ആരാണ്? എത്തിക്സ് ഫോളോ ചെയ്യുന്നവരാണ്, പേഴ്സൺസ് തന്നെയായിരിക്കും. പക്ഷെ അത് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെക്കണം. ബിസിനസ്സിലേക്ക് വരുമ്പോൾ അത് വേറെ വ്യൂവിൽ എടുത്തിരിക്കണം. ബിസിനസ് എത്തിക്സ്, പേഴ്സണൽ എത്തിക്സിനെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. റൈറ്റ്, റോങ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നതിൽ റൈറ്റ് ആൻഡ് റോങ് കണ്ടുപിടിക്കുന്ന, ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഈ ഒരു പേഴ്സണൽ ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേഴ്സണൽ എത്തിക്സ് എന്ന് പറയുന്നത് നോട്ട് ബി സെപ്പറേറ്റഡ് ഫ്രം വൺസ് ഓർഗനൈസേഷൻ എത്തിക്സ്. അതിൽ നമുക്ക് ബിസിനസ്സിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എത്തിക്സ് എന്ന് പറയുന്നത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഓർഗനൈസേഷൻ എത്തിക്സിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ഒരു ഓർഗനൈസേഷനകത്ത് നിന്നുകൊണ്ട് എത്തിക്സ് എടുക്കുമ്പോൾ വളരെയധികം കെയർഫുള്ളായിരിക്കണം. ആ ഒരു പേഴ്സൻ്റെ തോട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ക്യാരക്ടർ, അല്ലെങ്കിൽ മോറൽ ഡിസിഷൻസ് ആ ഓർഗനൈസേഷനെ കൂടി ബാധിക്കും സീരിയസ്ലി. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്തിക്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് കൊടുക്കേണ്ടത്. നമ്മുടേതായിട്ടുള്ള വാല്യൂസും നമ്മുടേതായിട്ടുള്ള കൺസെപ്റ്റുകൾ, നമ്മളുടെ ക്യാരക്ടർ, ഇതെല്ലാം ഒരു ബിസിനസ്സിനകത്ത് നിന്ന് കൊണ്ട് എത്തിക്സ് അഡോപ്റ്റ് ചെയ്യുമ്പോൾ, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ബിസിനസ്സിനെ കൂടി അഫക്റ്റ് ചെയ്യും എന്നുള്ള ബോധത്തോടു കൂടി തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ ഈ പീപ്പിൾ വിത്തിൻ ബിസിനസ് ആൻഡ് നോൺ ബിസിനസ് ഓർഗനൈസേഷൻസ് ആർ സെൻസിറ്റീവ് ടു ദി എത്തിക്കൽ റമിഫിക്കേഷൻസ് ഓഫ് ദെയർ ഡിസിഷൻ മേക്കിംഗ്. മസ്റ്റ് ഹാവ് മോറൽ സ്റ്റാൻഡേർഡ്സ്. അവർക്ക് തീർച്ചയായും മോറൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്, പേഴ്സണൽ ആൻഡ് ബിസിനസ് എത്തിക്സിൽ പറയുന്നത്.
നെക്സ്റ്റ് മോറൽ ആൻഡ് അടുത്തൊരു വ്യൂ എന്താണ്, അടുത്തൊരു പെർസെപ്ഷൻ എന്താണ്, മോറൽ ആൻഡ് നോൺ മോറൽ സ്റ്റാൻഡേർഡ്സ്. എന്താണ് മോറൽ ആൻഡ് നോൺ മോറൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ പറയുന്നത് മോറൽ സ്റ്റാൻഡേർഡ്സ് കൺസേൺ ബിഹേവിയർ ദാറ്റ് ഈസ് ഓഫ് കോൺസിക്വൻസസ് ഓഫ് ഹ്യൂമൻ വെൽഫെയർ. മോറൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കണം, അത് ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അതായത് ഇതിൽ പറയുന്നത് സൊസൈറ്റിയും ലൊക്കേഷനും അതുപോലെ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് എല്ലാം മാറുന്നതിനനുസരിച്ച് മോറൽ വാല്യൂസും സ്റ്റാൻഡേർഡ്സും മാറിക്കൊണ്ടിരിക്കും. നമ്മളുടെ ഓരോ പ്ലേസ് മാറുന്നതിനനുസരിച്ച്, ഓരോ സൊസൈറ്റി മാറുന്നതിനനുസരിച്ച്, ഓരോ രാജ്യങ്ങൾക്കനുസരിച്ച്, ഓരോ ഓർഗനൈസേഷൻസ് അനുസരിച്ച് മോറൽ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു സൊസൈറ്റി നല്ല കാര്യങ്ങളായി ചെയ്യുന്നത് മറ്റൊരു സൊസൈറ്റിയിൽ മോശമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, നല്ലതായിരിക്കില്ല. ചിലപ്പോൾ ഒരു മോറൽ സ്റ്റാൻഡേർഡ് ഉള്ള വ്യക്തി ഒരു കമ്പനിയിൽ എടുക്കുന്ന ഒരു നല്ല ഡിസിഷനും റൈറ്റ് കറക്റ്റായിരിക്കണം. അത് ഒരു വ്യക്തി ഒരു നല്ല മോറൽ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പേഴ്സൺ കമ്പനിയിൽ എടുക്കുന്ന എല്ലാ ഡിസിഷനും കറക്റ്റായിരിക്കണം എന്നില്ല. നല്ല വ്യക്തിയാണെങ്കിൽ അത് കറക്റ്റായിരിക്കാം, പക്ഷേ ചില സമയത്ത് അവർക്ക് മിസ്റ്റേക്ക് വന്നിരിക്കാം. അപ്പോൾ മോറലായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ, മോറൽ സൈഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ അവരെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും കറക്റ്റായിരിക്കും. നോൺ മോറൽ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അവരുടെ തീരുമാനങ്ങൾ റോങ് ആയിരിക്കും, അവരുടെ ഡിസിഷൻസ് എല്ലാം റോങ് ആയി പോകും. ഇതാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്, ഹാംഫുള്ളായി പോകും എന്നുള്ളതാണ്. അപ്പോൾ മോറൽ ആൻഡ് നോൺ മോറൽ സ്റ്റാൻഡേർഡ്സ് എന്ന് വെച്ചാൽ എന്താണ്, മോറൽ എന്ന് പറഞ്ഞാൽ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളും നോൺ മോറൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ അത് ഫോളോ ചെയ്യുന്നവർ എടുക്കുന്ന തീരുമാനങ്ങളും റോങ് ആയി, നോൺ മോറലായി തന്നെ സ്ഥാപനത്തിന് ഹാംഫുള്ളായി, വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയി മാറും എന്നുള്ളതാണ് അടുത്തൊരു പെർസ്പെക്റ്റീവായിട്ട് പറയുന്നത്. അൺഫെയർ ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെ മോറൽ ആൻഡ് നോൺ മോറൽ സ്റ്റാൻഡേർഡ്സ് കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പെർസ്പെക്റ്റീവ് ബിസിനസ് എത്തിക്സ് ആൻഡ് പ്രൊഫഷണൽ കോഡ്സ്. എത്തിക്സിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണം, കുറച്ച് പ്രൊഫഷണൽ കോഡുകൾ കൂടി ഫോളോ ചെയ്യണം. അതായത് മെമ്പേഴ്സ് ഓഫ് എ പ്രൊഫഷൻ ആർ അണ്ടർസ്റ്റുഡ് ടു ഹാവ് എഗ്രീഡ് ടു അബൈഡ് ബൈ ദോസ് റൂൾസ് ആസ് കണ്ടീഷൻ ഓഫ് ദെയർ എൻഗേജിങ് ഇൻ ദാറ്റ് പ്രൊഫഷൻ. ഏതൊരു പ്രൊഫഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിലും അവരുടേതായിട്ടുള്ള പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് കോഡ് ഓഫ് കണ്ടക്റ്റുകൾ, കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. പ്രൊഫഷണൽ എത്തിക്സിൻ്റെ ഭാഗമായിട്ട് അവർ ആ കോഡ് ഓഫ് കണ്ടക്റ്റ് ഫോളോ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അതർവൈസ് അവരുടെ ഒരു ലൈസൻസ് തന്നെ ലോസ് ആവും എന്നുള്ളതാണ് പറയുന്നത്. കോഡ് ഓഫ് കണ്ടക്റ്റ് ഫോളോ ചെയ്തിരിക്കണം, പ്രൊഫഷണൽ എത്തിക്സ് ഫോളോ ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ അവരുടെ ലൈസൻസ് തന്നെ നഷ്ടമാകും. അപ്പോൾ അതുകൊണ്ട് അവർ വളരെ കെയർഫുള്ളായിരിക്കണം എന്നുള്ളതാണ് അടുത്തൊരു വ്യൂസായിട്ട്, അടുത്തൊരു പെർസ്പെക്റ്റീവായി പറയുന്നത്. നെക്സ്റ്റ് കുറച്ച് തിയറീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡിഫറെൻറ്റ് തിയറീസ് ഓഫ് എത്തിക്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് തിയറീസ് എന്തൊക്കെയാണ്. ഇതിൽ ഫസ്റ്റ് 2 തിയറീസാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഈഗോയിസം ആൻഡ് എത്തിക്കൽ ഇമ്പറേറ്റീവ്സ് ആണ് അതിൽ ഫസ്റ്റ് തിയറി. ഈഗോയിസം ആൻഡ് എത്തിക്കൽ ഇമ്പറേറ്റീവ്സ്. എന്താണ് ഈഗോ എന്ന് വെച്ചാൽ എന്താണ്, സെൽഫാണ്. അതായത് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന സെൽഫിഷ് ആയിട്ടുള്ള ഒരു കാര്യത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈഗോ എന്ന് പറയാം. അതായത് ഈഗോയിസം അസോസിയേറ്റ്സ് മൊറാലിറ്റി വിത്ത് സെൽഫ് ഇൻട്രസ്റ്റ്. സ്വന്തം താല്പര്യം മാത്രം, സെൽഫ് ഇൻട്രസ്റ്റ് മാത്രം കൺസിഡർ ചെയ്യുന്നതിനെയാണ് ഈഗോയിസം എന്ന് പറയാം. ഇറ്റ് കണ്ടൻസ് ദാറ്റ് an act is morally right if it promotes an agent's long-term interest. Egoists use their best long-term advantage as the standard or measuring an action's rightness. അവരുടേതായിട്ടുള്ള വ്യൂ പോയിന്റിൽ നിന്ന് മാത്രം നോക്കിക്കാണും. അവരുടെ ആക്ഷൻസിൻ്റെ ശരി എന്ന് പറയുന്നത് അവരുടെ വ്യൂ പോയിന്റിൽ മാത്രം നോക്കാം. സെൽഫ് ഇൻട്രസ്റ്റ് മാത്രം കൺസിഡർ ചെയ്യണം. ഒരാളുടെ സെൽഫ് ഇൻട്രസ്റ്റ് ആണ് വ്യക്തികളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കണം ഡിസിഷൻസ് എടുക്കേണ്ടത്. അതായത് പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ് ഇതിൽ നോക്കുന്നത്.
അതാണ് ഈഗോയിസം. പേഴ്സണൽ ഇൻട്രസ്റ്റ് മാത്രം, അത് ലോങ് ടേം ആയിട്ടായാലും ഷോർട്ട് ടേം ആണെങ്കിലും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള താല്പര്യങ്ങൾ മാത്രം കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ നെക്സ്റ്റ് ഇതിൽ പറയുന്നതാണ് എത്തിക്കൽ ഇമ്പറേറ്റീവ്സിനെ പറ്റിയും ഇവിടെ പറയുന്നുണ്ട്. അതായത് ഒരു കാര്യം നേടണമെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യണമെന്ന ഒരു കൺസെപ്റ്റ്, ഒരു കാര്യം നേടണമെങ്കിൽ മറ്റൊരു കാര്യം നമ്മൾ ചെയ്യണമെന്നുള്ള ഒരു കൺസെപ്റ്റാണ് അതിൽ പറയുന്നത്. എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണം. അങ്ങനെ സ്വയം പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന, സെൽഫ് ഇൻട്രസ്റ്റ് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് എന്തെങ്കിലും നേടിയെടുക്കണം എന്നുള്ള ഒരു സെൽഫിഷ് മൈൻഡോടുകൂടി പോവുക എന്നുള്ളതാണ് ഈ ഒരു തിയറിയിൽ ചൂണ്ടി പറയുന്നത്. കാണ്ടാണ് ഇതിൽ മെയിനായിട്ട് ഈ ഒരു തിയറി. കാണ്ട്, ജർമ്മൻ ഫിലോസഫർ ആയിട്ടുള്ള കാണ്ടാണ് ഇങ്ങനെ ഇതിനെപ്പറ്റി മെയിനായിട്ടും പറയുന്നത്. അപ്പോൾ ഈഗോയിസം ആൻഡ് എത്തിക്കൽ ഇമ്പറേറ്റീവ് എന്ന് പറയുന്നത് ജർമ്മൻ ഫിലോസഫർ ആയിട്ടുള്ള കാണ്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു എത്തിക്കൽ തിയറിയാണ്. അപ്പോൾ ഇതിൻ്റെ മോറൽ സൈഡ് പറഞ്ഞുകൊണ്ട് കാണ്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് തിയറീസ് പറയുന്നുണ്ട്. അപ്പോൾ അതിനൊരു ക്രിറ്റിസിസം എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് സൂചിപ്പിക്കുന്നത് നോക്കാം നമുക്ക്. ക്രിറ്റിസിസം ഓഫ് കാണ്ടിയൻ എത്തിക്സ് നോക്കുക. അപ്പോൾ കാണ്ടിൻ്റെ എത്തിക്സിനെ ക്രിറ്റിസിസം അമേരിക്കൻ ഫിലോസഫർ ജോൺ റോൾസ് അതിനെ ക്രിറ്റിസൈസ് ചെയ്ത് പറയുന്നുണ്ട്. 2 പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. അതായത് ഫസ്റ്റ് വൺ, ഈച്ച് പേഴ്സൺ ടു ഹാവ് ആൻ ഈക്വൽ റൈറ്റ് ഇൻ ദി മോസ്റ്റ് എക്സ്റ്റെൻസീവ് ബേസിക് ലിബർട്ടി കോമ്പാറ്റബിൾ വിത്ത് സിമിലർ ലിബർട്ടി ഫോർ അതേഴ്സ്. അതാണ് ഒരു പ്രിൻസിപ്പിൾ. ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് കാണ്ടിയൻ പ്രിൻസിപ്പിൾസിന്, എത്തിക്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ്. ഈക്വൽ റൈറ്റ് ഉള്ള മോസ്റ്റ് എക്സ്റ്റെൻസീവ് ബേസിക് ലിബർട്ടി കോമ്പാറ്റബിൾ വിത്ത് സിമിലർ ലിബർട്ടി ഫോർ അതേഴ്സ്. ഇവിടെ ഓരോരുത്തർക്കും സിമിലർ ലിബർട്ടി ആയിട്ടാണ്, ഓരോ പേഴ്സണെ ഒരേപോലെ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ഒരേ ലിബർട്ടി പോലെയൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു ക്രിറ്റിസിസം. രണ്ടാമത്തെ ക്രിറ്റിസിസം പറയുന്നത് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഇക്വാളിറ്റീസ് ആർ സോ അറേഞ്ച്ഡ് ദാറ്റ് ദേ ആർ ബോത്ത് reasonably expected to be everyone's advantage, and these are attached to positions and offices which are open to all. എല്ലാവർക്കും ഓഫീസസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഇക്വാലിറ്റി എന്ന് പറയുന്ന അറേഞ്ച് ചെയ്തത് സെയിം ആയിരിക്കും എന്നുള്ള രീതിയിലാണ് കാണ്ട് തിയറിയിൽ കാണ്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തെ ക്രിട്ടിസൈസ് ചെയ്ത് പറയുന്നതാണ് ഈ ഒരു ഭാഗത്ത് സൂചിപ്പിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് അടുത്തൊരു തിയറി, രണ്ടാമത്തെ തിയറി പറയുന്നത് യൂട്ടിലിറ്റേറിയനിസം ആണ്. യൂട്ടിലിറ്റേറിയനിസം നമ്മൾ മുന്നേ നോക്കിയതാണ്, ഈ തിയറി മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. യൂട്ടിലിറ്റേറിയനിസം ഹോൾഡ്സ് ദാറ്റ് an action is right if it produces or can tend to produce. The early thinkers like Jeremy Bentham and John Stuart Mill developed this theory explicitly. അപ്പോൾ ഇങ്ങനെ ജെറമി ബെന്തമും അതുപോലെ ജോൺ സ്റ്റുവർട്ട് മില്ലുമാണ് ഇങ്ങനെ ഒരു യൂട്ടിലിറ്റേറിയനിസം എന്നൊരു തിയറി ഡെവലപ്പ് ചെയ്തത്. അത് റൈറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് കമ്മ്യൂണിറ്റിക്ക് മൊത്തത്തിൽ അതിൻ്റെ മൊത്തത്തിലുള്ള എല്ലാവരുടെയും താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് ഉണ്ടായിരിക്കണം. ദി ഇൻട്രസ്റ്റ് ഓഫ് ദി കമ്മ്യൂണിറ്റി ആർ ദി സം ഓഫ് ദി ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ്. അതായത് ഒരു കമ്മ്യൂണിറ്റിയുടെ താല്പര്യം എന്ന് പറയുന്നത് അതിലെ മെമ്പേഴ്സിൻ്റെ താല്പര്യത്തിൻ്റെ സമ്മായിരിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. സമൂഹത്തിന് നന്മ ചെയ്യുക, യൂട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യുക, റൈറ്റായ കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു തിയറിയിൽ ഇവർ ആർഗ്യൂ ചെയ്യുന്നത്. ഇങ്ങനെ 2 തിയറീസാണ്, ഈഗോയിസം, യൂട്ടിലിറ്റേറിയനിസം. ഈഗോയിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫിഷ്നെസ്സും. യൂട്ടിലിറ്റേറിയനിസം എന്ന് പറഞ്ഞാൽ സെൽഫിഷ്നെസ് ഇല്ലാത്ത, അല്ലെങ്കിൽ സമൂഹത്തിന് നന്മ ചെയ്യുന്ന, എല്ലാവർക്കും റൈറ്റായ കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ പൊതുവായ നല്ല കാര്യങ്ങൾ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള തിയറിയാണ്. ഉപകാരപ്രദമായ യൂട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ള ഒരു തിയറിയാണ് യൂട്ടിലിറ്റേറിയനിസം. ഇങ്ങനെ 2 തിയറിയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വരുന്നത് CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇതിൽ
CSR എന്നാൽ ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. CSR എന്നാൽ സൊസൈറ്റിക്ക് എന്തെങ്കിലും സൊസൈറ്റിയോട് ഉത്തരവാദിത്വം ഫോളോ ചെയ്യുക, സൊസൈറ്റിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. സൊസൈറ്റിയാണ് ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ റിസോഴ്സസും കാര്യങ്ങളൊക്കെ തരുന്നത്. സൊസൈറ്റിയിലാണ് ബിസിനസ് നിലനിൽക്കുന്നത്. ബിസിനസ്സിന് ലാഭം ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ്സിന് പിടിച്ചു നിൽക്കണമെങ്കിൽ സൊസൈറ്റി വേണം. അതുകൊണ്ട് തന്നെ അതിന് പ്രതിഫലമായിട്ട് സൊസൈറ്റിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ടത് ബിസിനസ്സിൻ്റെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ എന്തിൽ പറയുന്നത്, CSRൽ പറയുന്നത്. ഒരു കമ്പനി നിലനിന്ന് പോകണമെങ്കിൽ എന്ത് വേണം, ഈ CSR കമ്പൾസറി ആയിട്ടും ഫോളോ ചെയ്യണം. ഇവിടെ കമ്പൾസറി ആയിട്ട് നമ്മുടെ ഗവൺമെൻറ് ഇടപെട്ട് കമ്പൾസറി ആക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ മിക്ക സ്ഥാപനങ്ങളും ഇതൊരു ഫോർമാലിറ്റി ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ അങ്ങനെ കാണാതെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി, ലോങ് ടേം ആയിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടി അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എല്ലാവരെയും ഈക്വലായിട്ട് കൺസിഡർ ചെയ്യണം. അവരോടൊക്കെ ഉത്തരവാദിത്വം ഫോളോ ചെയ്യണം. ആരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അറിയാലോ, ഓർമ്മയുണ്ടല്ലോ, അത് നമ്മൾ മുന്നേ നോക്കിയിട്ടുള്ള കാര്യമാണ്. ആരൊക്കെയാണ്? കസ്റ്റമേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, സപ്ലയേഴ്സ്, പബ്ലിക്, ഗവൺമെൻറ് ഒഫീഷ്യൽസ്, ആക്ടിവിസ്റ്റ്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റീസ്. അങ്ങനെ ഓരോരുത്തർക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മളെല്ലാവരെയും കൺസിഡർ ചെയ്തുകൊണ്ട് അവർക്ക് ആവശ്യമുള്ളതെല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നിലനിന്നാൽ മാത്രമേ ഒരു ബിസിനസ്സിന് ഇന്നത്തെ സൊസൈറ്റിയിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുകയുള്ളൂ. മറ്റ് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് വേൾഡിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുകയുള്ളൂ. ചേഞ്ചിങ് ആയിട്ടുള്ള, ഡൈനാമിക് ആയിട്ടുള്ള, കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു വേൾഡിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഏതൊരു ബിസിനസ്സും CSR ആക്ടിവിറ്റി കമ്പൾസറി ആയും ഫോളോ ചെയ്തിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് CSR ആൻഡ് ബിസിനസ് എത്തിക്സ് ഡ്രോയിങ് ദി ലിങ്കേജ്. നമ്മളുടെ ചാപ്റ്ററിൽ പറയുന്ന മെയിനായിട്ടുള്ള കാര്യമാണ്. അതായത് CSRും ബിസിനസ് എത്തിക്സും എങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകും. ബിസിനസ് എത്തിക്സിൻ്റെ ഭാഗമായി CSR കൂടി എങ്ങനെ നമ്മൾ കൊണ്ടുപോകും, എങ്ങനെ ഒരു കണക്ഷൻ, എങ്ങനെ ഒരു ലിങ്കേജ് എങ്ങനെ ഡ്രോ ചെയ്യും എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതായത് ആരാണോ ഒരു ബിസിനസ്സിനെ ലീഡ് ചെയ്യുന്നത്, ദോസ് ഹു ലീഡ് ദി ബിസിനസ് മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ബോത്ത് എത്തിക്സ് ആൻഡ് പോളിസീസ് പെർട്ടൈനിങ് ടു ഇൻറ്റിഗ്രിറ്റി are nothing but a crucial mouthpiece of their enterprise. ആരാണോ ബിസിനസ്സിനെ ലീഡ് ചെയ്യുന്ന ആളുകൾ, ബിസിനസ്സുമായി കണക്റ്റഡ് ആയ ഓരോരുത്തരും മനസ്സിലാക്കണം CSRൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ എത്തിക്സിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. ഇതിനെയൊക്കെ നമ്മൾ വളരെ ക്രൂഷ്യലായിട്ടുള്ള പോയിൻ്റായിട്ട് കണക്കാക്കി ഇതിനെല്ലാം ഒത്തൊരുമിച്ച് ചേർത്ത് കൊണ്ടുപോകേണ്ട ലീഡേഴ്സായിട്ടുള്ളവർ, പ്രത്യേകിച്ചും ബിസിനസ്സിൻ്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, പ്രത്യേകിച്ചും എംപ്ലോയീസും എല്ലാവരും ബിസിനസ്സിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളെല്ലാം ലാഭം ഉണ്ടാക്കുന്നത് ശരി തന്നെ, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതൊക്കെ ശരി തന്നെ. പക്ഷേ മാനേജ്മെൻറ്റ് ടീം ഇങ്ങനെ ഒരു ബിസിനസ്സിൻ്റെ CSRും അതുപോലെ തന്നെ എത്തിക്സും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കി, ഒരു ലിങ്കേജ് ഉണ്ടാക്കി അതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ, രണ്ടും ബിസിനസ്സിന് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ രണ്ടിനെയും കണക്ട് ചെയ്ത് ബോത്ത് CSR ആൻഡ് ബിസിനസ് എത്തിക്സ് ആർ ആൾമോസ്റ്റ് സെയിം ആണ്. അതുപോലെ തന്നെ വൺ ക്യാൻ ആർഗ്യൂ ദാറ്റ് എത്തിക്സ് എന്ന് പറയുന്നത് CSRൻ്റെ ഭാഗമാണെന്ന് പറയുന്നുണ്ട്, ഇത് വ്യത്യാസമുണ്ടെന്ന് പറയുന്നുണ്ട്, ഇത് ഒരേ സെയിം ആയിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും ബിസിനസ്സിൽ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ്. നമുക്കിവിടെ ഒരു കണക്ഷൻ ഉണ്ടാക്കി അല്ലെങ്കിൽ അതൊരു ലിങ്ക് ചെയ്ത് കൊണ്ടുപോകണം. രണ്ടും ഒരേപോലെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരേപോലെ കൊണ്ടുപോകണം എന്നുള്ളതാണ് നമ്മൾക്കിവിടെ പറയാനുള്ളത്. ഈ ലിങ്കേജിൻ്റെ ഭാഗമായി നമുക്ക് ആദ്യമായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം എത്തിക്സ് ഇഷ്യൂസ് ആൻഡ് CSR ആണ്. ഫസ്റ്റ് പോയിന്റ്, എത്തിക്സ് ഇഷ്യൂസ് ആൻഡ് CSR. എത്തിക്സ് ഇഷ്യൂസ് റിമൈൻ സ്പെസിഫിക് ടു ഇൻഡസ്ട്രി, ബിസിനസ്, പോളിസി മേക്കിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്, കമ്മ്യൂണിറ്റി, ലൊക്കാലിറ്റി ആൻഡ് കൺട്രി. അപ്പോൾ ഓരോ രാജ്യത്തും അതുപോലെ ലൊക്കാലിറ്റിയുടെ ഭാഗമായി, കമ്മ്യൂണിറ്റി, അതുപോലെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി, പോളിസി മേക്കിങ്ങിലൊക്കെ ഓരോ ബിസിനസ്സിനും എത്തിക്കൽ ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാം. അതിൽ ദീസ് ഇഷ്യൂസ് ആർ പ്രോബ്ലംസ് വേരി ഫ്രം കമ്പനി ടു കമ്പനി. ഓരോ കമ്പനികളിലും ഇത് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇഷ്യൂസ് എല്ലാ ബിസിനസ്സിലും ഇഷ്യൂസ് ഉണ്ടാവാം. ആ ഇഷ്യൂസ് ഓരോ കമ്പനികളിലും, ഓരോ രാജ്യങ്ങളിലും, ഓരോ ബിസിനനുസരിച്ച്, ഓരോ ലൊക്കാലിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. കമ്പനി ടു കമ്പനി ഈ പ്രോബ്ലംസ് വേരി ചെയ്തിരിക്കും എന്നിവിടെ പറയുന്നുണ്ട്. സം ഓഫ് ദി മോസ്റ്റ് പ്രൊമനൻറ്റ് എത്തിക്കൽ
ഡിലമ എന്ന് പറയുന്നത്. ഏറ്റവും പ്രൊമനൻ്റ് ആയിട്ടുള്ള ഒരു എത്തിക്കലായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ എൻകൗണ്ടേർഡ് ബൈ ദി ബിസിനസ് ഓർഗനൈസേഷൻസ് ആർ പ്രിവെൻഷൻ ഓഫ് ചൈൽഡ് ലേബർ. ഇപ്പോഴാണ് ഈ ഒരു ഇഷ്യൂസ് മെയിനായിട്ട് വരിക, ചൈൽഡ് ലേബർ പ്രിവെൻഷൻ്റെ ഭാഗമായിട്ട്. അതുപോലെ ചെക്കിംഗ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ബേസിസ് ഓഫ് റേസ്, കാസ്റ്റ്, ethnicity, culture, maintaining safety at workplace, അതുപോലെ ലീഗൽ റെസ്പോൺസിബിലിറ്റീസ് അണ്ടർ ദി ലോ ഓഫ് ദി ലാൻഡ്. ഓരോ സ്ഥലത്തെയും ലീഗലായിട്ട് നിയമങ്ങളും അതുപോലെ ലീഗൽ റെസ്പോൺസിബിലിറ്റീസ്, അതുപോലെ വർക്ക് പ്ലേസ് സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കൾച്ചറുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്, റേസ് കാസ്റ്റുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്, ചൈൽഡ് ലേബറുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്, ഡിസ്ക്രിമിനേഷനായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഏതൊരു ബിസിനസ്സിലും ഏതൊരു മാനേജ്മെൻറ്റ് ടീമിനും ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു എത്തിക്കൽ ഇഷ്യൂസാണ്. സൊസൈറ്റിക്ക് വേണ്ടി നല്ലത് മാത്രം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതിനാദ്യം വേണ്ടത് സൊസൈറ്റിയുടെ ഇഷ്യൂസ് എല്ലാം എന്ത് ചെയ്യണം, മനസ്സിലാക്കി അതിൻ്റെ സൊസൈറ്റീൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഒക്കെ മനസ്സിലാക്കി ഇങ്ങനെയുള്ള എത്തിക്കലായിട്ടുള്ള ഇഷ്യൂസ് കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. ചില ഡിഫറെൻറ്റ് ബിസിനസ് സ്കോളേഴ്സ് ഇങ്ങനെയുള്ള എത്തിക്കൽ ഇഷ്യൂസിനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യം ഓസ്റ്റർ 2017 ഒരു 4 ക്ലാസിഫിക്കേഷൻ പറയുന്നത് നോക്കാം. ട്രസ്റ്റുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്, അതായത് ഇൻറ്റിഗ്രിറ്റി ആൻഡ് ട്രീറ്റിംഗ് കസ്റ്റമേഴ്സ് ഫെയർലി, കസ്റ്റമേഴ്സിനെ ഫെയറായിട്ട് ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഇൻറ്റിഗ്രിറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. രണ്ടാമത് ക്ലാസിഫിക്കേഷൻ വരുന്നത് ഡൈവേഴ്സിറ്റി ഇൻ റിക്രൂട്ട്മെൻറ്റിലുള്ള ഡൈവേഴ്സിറ്റി ആണ് നെക്സ്റ്റ് ഇഷ്യൂസ് വരുന്നത്. അടുത്തൊരു പ്രോബ്ലം തേർഡ് വൺ പറയുന്നത് മാനേജ്മെൻറ്റ് ഓഫ് ബിസിനസ് ടീംസ് വിച്ച് ആർ ഡൈവേഴ്സ് ഇൻ നാഷണാലിറ്റി, ജെൻഡർ, കൾച്ചർ ആൻഡ് കളർ. അപ്പോൾ ജെൻഡറും നാഷണാലിറ്റി, ജെൻഡർ, കളർ, കൾച്ചറുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഫേസ് ചെയ്യാം. അതുപോലെ ഫോർത്ത് വൺ ഡിസിഷൻ മേക്കിംഗ് ഇഷ്യൂസ് ആൻഡ് കംപ്ലയൻസ് ആൻഡ് ഗവേണൻസ് ഇഷ്യൂ. ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ഓസ്റ്ററുടെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ട്രസ്റ്റ് ഒരു സ്ഥാപനത്തിനകത്തുള്ള വിശ്വാസം, ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് വരാം. അതുപോലെ റിക്രൂട്ട്മെൻറ്റിലുള്ള ഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് വരാം. മാനേജ്മെൻറ്റിൻ്റേതായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, അതായത് നാഷണാലിറ്റി, ജെൻഡർ, കൾച്ചർ, കളർ അനുസരിച്ചിട്ടുള്ള ഒരു തരംതിരിവ് കാണിക്കാം. ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്ന പ്രോബ്ലംസ്, ഇതൊക്കെയാണ് 4 ക്ലാസിഫിക്കേഷൻ, 4 ടൈപ്പ് ഇഷ്യൂസ് ആയിട്ട് ഓസ്റ്റർ ക്ലാസിഫൈ ചെയ്യുന്ന പ്രോബ്ലംസ്, ഇഷ്യൂസ്. വേറൊരു ക്ലാസിഫിക്കേഷൻ 2016 ബേൺസ്റ്റൈൻ പറയുന്ന ഒരു എത്തിക്കൽ ഇഷ്യൂസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എത്തിക്കൽ ഇഷ്യൂസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 5 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് സോഷ്യൽ നെറ്റ്വർക്കിംഗ്, സർവൈലൻസ് ആൻഡ് പ്രൈവസി, ട്രാൻസ്പെറൻസി, ചൈൽഡ് ലേബർ ആൻഡ് എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, ഇങ്ങനെ 5 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അടുത്തൊരു കാര്യം, നെക്സ്റ്റ് ലിങ്കേജ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട അടുത്തൊരു ബിസിനസ് ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യമാണ് എന്താണ്, റെസ്പോൺസിബിലിറ്റി ആൻഡ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. സെക്കൻഡ് വൺ എന്താണ്, അടുത്തൊരു കാര്യം, ആദ്യം എത്തിക്കലായിട്ടുള്ള ഇഷ്യൂസ് മനസ്സിലാക്കി അതിനെ ഒഴിവാക്കുക, അതിനെ കുറച്ച് കൊണ്ടുവരിക. നെക്സ്റ്റ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റെസ്പോൺസിബിലിറ്റി ആൻഡ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. ബിസിനസ് നിൽക്കുന്ന സമൂഹത്തോട് ബിസിനസ്സിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. എൻവയോൺമെൻറ്റിനെ മെയിനായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യണം, എൻവയോൺമെൻറ്റിനെ ശ്രദ്ധിക്കണം, എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ബിസിനസ്സിൻ്റെ നിലനിൽപ്പിന് ബിസിനസ് എന്ത് ചെയ്യണം, എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് ഒരുപാട് മേജർ ത്രെറ്റിലൂടെ കടന്നു പോവുകയാണ്. അത് ബിസിനസ്സിനും ഹ്യൂമൻ സർവൈവലിനും ഒക്കെ ത്രെട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഡിഗ്രഡേഷൻ എൻവയോൺമെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്ലോബൽ വാർമിംഗ് പോലെയുള്ള കാര്യങ്ങൾ, പൊല്യൂഷന്, അതുപോലെ ഡിഫോറസ്ട്രേഷന്, അങ്ങനെയൊക്കെയുള്ള ഫോസിൽ ഫ്യൂവൽ ആൻഡ് എക്സ്പ്ലോയിറ്റേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. CFC പോലുള്ള ക്ലോറോ ഫ്ലോറോ കാർബൺ, അതുപോലെ CO2ൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ്, ഓസോൺ പാളികൾക്ക് വിള്ളലുകൾ വന്നുകൊണ്ടിരിക്കുന്നു, ക്ലൈമറ്റ് കണ്ടീഷൻ മൊത്തത്തിൽ ചേഞ്ചായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രതിഭാസങ്ങൾ പരിസ്ഥിതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരേപോലെ ബിസിനസ്സിനും മനുഷ്യനും വെല്ലുവിളിയായിട്ടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസിനെ കുറച്ച് കൊണ്ടുവരാൻ ബിസിനസ്സിൻ്റെ ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. എൻവയോൺമെൻറ്റിനെ സംരക്ഷിക്കുക എന്നുള്ളത് എത്തിക്സിൻ്റെ ഒരു ഭാഗമായിട്ട് കാണണം. ഇതിനു വേണ്ടി ലീഗൽ എൻവയോൺമെൻറ്റ് പ്രോഗ്രാംസ് കമ്പനികളിൽ സംഘടിപ്പിക്കുന്നുണ്ട്. കൺസ്യൂമേഴ്സിൻ്റെ നീഡ് എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യുക എന്നൊക്കെ ഈ ഒരു ഇതിൻ്റെ ഭാഗമായി എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനിലൂടെ കൺസ്യൂമേഴ്സിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. അപ്പോൾ എൻവയോൺമെൻറ്റ് അവയർനെസ് പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുക. എൻവയോൺമെൻറ്റ് അവയർനെസ് പ്രോഗ്രാംസൊക്കെ സംഘടിപ്പിച്ച് അവബോധം പബ്ലിക്കിന്, പൊതുജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു അവബോധം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് ലിങ്കേജിൻ്റെ ഭാഗമായി അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ബിസിനസ് അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രിസർവിങ് ദി എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിനെ പ്രിസർവ് ചെയ്യണം. പ്രിവെൻറ്റ് ഓർ മിനിമൈസ് പൊല്യൂഷൻ ടു സേവ് ദി എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിനെ സേവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണം, മിനിമൈസ് പൊല്യൂഷൻ. പ്രിവെൻറ്റ് ഓർ മിനിമൈസ്, പൊല്യൂഷൻ തന്നെ ഇല്ലാതാക്കണം അല്ലെങ്കിൽ മിനിമൈസിനെ കുറച്ച് കൊണ്ടുവരണം. അതായത് ലാൻഡ് പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ ഒക്കെ ആ പരിസ്ഥിതിയിൽ എൻവയോൺമെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെയുള്ള പൊല്യൂഷൻസ് എന്ത് ചെയ്യണം, കുറച്ച് കൊണ്ടുവരണം അല്ലെങ്കിൽ ഇല്ലാതാക്കണം. അപ്പോൾ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ബിസിനസ് എന്ത് ചെയ്യണം, ഇതിൽ ഒരു സിഗ്നിഫിക്കൻ്റ് റോള് തന്നെ ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ക്യാമ്പയിൻ സംഘടിപ്പിക്കുക, അവബോധം അവയർനെസ് പ്രൊവൈഡ് ചെയ്യുക. പൊതുസമൂഹത്തിന്, പൊതുജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള അവബോധം ഉണ്ടാക്കാനായി എൻവയോൺമെൻറ്റിനെ പ്രിസർവ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ ഒരു ഫോർത്ത് ലിങ്കേജിൽ പറയുന്നത്. ഒരു തേർഡ് ലിങ്കേജിൽ പറയുന്നത് നെക്സ്റ്റ് വൺ എന്താണ്, റെസ്പോൺസിബിലിറ്റി ആൻഡ് കൺസ്യൂമർ സേഫ്റ്റി. അടുത്തതായി ചെയ്യേണ്ടത് എന്താണ്, ബിസിനസ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. ആൻഡ് കൺസ്യൂമർ സേഫ്റ്റി. കൺസ്യൂമറാണ് ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസ്യൂമറാണ്. കൺസ്യൂമർ ഇസ് ദി കിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യണം, കൺസ്യൂമേഴ്സിൻ്റെ സേഫ്റ്റി നമ്മൾ കാണണം, തൂക്കം കൊടുക്കണം, അല്ലെങ്കിൽ അവരുടെ സേഫ്റ്റി മനസ്സിലാക്കി അതിനെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള പ്രോഡക്റ്റുകൾ പ്രൊവൈഡ് ചെയ്യണം. അവരോട് ഒരു ഉത്തരവാദിത്തമുണ്ട്, റെസ്പോൺസിബിലിറ്റി ആൻഡ് കൺസ്യൂമർ സേഫ്റ്റി. അതായത് അവർക്ക് ക്വാളിറ്റി ഗുഡ്സ് റീസണബിൾ പ്രൈസിൽ കൊടുത്തിരിക്കണം. പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അത് ക്വാളിറ്റി ഇല്ലാത്തതാണെങ്കിൽ എന്ത് ചെയ്യാം, അത് കമ്പനിയുടെ റെപ്യൂട്ടേഷനെ തന്നെ ബാധിക്കും. അതുകൊണ്ട് അത് വലിയ റിസ്ക് തന്നെയാണ്. ഒരിക്കലും ക്വാളിറ്റി ഇല്ലാത്ത ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. നല്ല റീസണബിൾ പ്രൈസിൽ ക്വാളിറ്റി ഉള്ള ഗുഡ്സ് തന്നെ കൺസ്യൂമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാം. അതാണ് റെസ്പോൺസിബിലിറ്റി, കൺസ്യൂമേഴ്സിനോടുള്ള റെസ്പോൺസിബിലിറ്റി പറയുന്നത്. കൺസ്യൂമർ ഇല്ലെങ്കിൽ കൺസ്യൂമർ ബിസിനസ്സിനെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ബിസിനസ്സിൻ്റെ റെപ്യൂട്ടേഷൻ തന്നെ ഇല്ല, ബിസിനസ്സിന് നിലനിൽപ്പേ ഇല്ല. ബിസിനസ്സിനെ അവോയ്ഡ് ചെയ്ത് അവർ മറ്റു ബിസിനസ്സിനെ തേടി പോകും. അതുകൊണ്ട് ഒരിക്കലും അവരുടെ സേഫ്റ്റിയെ കരുതുക, അവരുടെ ക്വാളിറ്റി പ്രോഡക്റ്റ് റീസണബിൾ പ്രൈസിൽ കൺസ്യൂമേഴ്സിന് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ബിസിനസ് എപ്പോഴും അവരെ കെയർ ചെയ്യണം, അവരെ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ, സിക്സ്ത് അടുത്തൊരു പോയിന്റ് എന്താ പറയുന്നത്, റെസ്പോൺസിബിലിറ്റി ആൻഡ് പ്രോഡക്റ്റ് സേഫ്റ്റി. റെസ്പോൺസിബിലിറ്റി ആൻഡ് പ്രോഡക്റ്റ് സേഫ്റ്റി, അതായത് സേഫ്റ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുക. ബിസിനസ് റെസ്പോൺസിബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് നീഡ്സ് ഓഫ് കൺസ്യൂമറുടെ നീഡ്, താല്പര്യങ്ങളെല്ലാം മനസ്സിലാക്കണം. എന്നിട്ട് അവരുടെ സേഫ്റ്റിയെ കരുതി നല്ല പ്രോഡക്റ്റ്, ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അവരുടെ ഡെയിലി ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനാവശ്യമുള്ള ഇപ്പോഴത്തെ ടെക്നോളജി ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് സ്പെഷ്യലൈസേഷൻ, അർബൻ കോൺസെൻട്രേഷനും മെക്കാനൈസേഷനും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അതൊക്കെ ക്യാരക്ടറൈസ് ചെയ്തുകൊണ്ട് ഹൈ ലെവൽ ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യാം. നല്ല ക്വാളിറ്റിയുള്ള ഗുഡ്സ് തന്നെ, പ്രോഡക്റ്റ് സേഫ്റ്റി ആയിട്ടുള്ള നല്ല പ്രോഡക്റ്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കണക്ഷൻ ബിസിനസ്സിന് ഇവരുമായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും.
നെക്സ്റ്റ് പോയിന്റിലും പറയുന്നത് തന്നെയാണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ് ആൻഡ് കസ്റ്റമർ കൺസ്യൂമർ സേഫ്റ്റി. അതായത് the extract nature of those responsibilities difficult to specify general because much depends on the particular product or service being provided, but by following steps മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് പ്രത്യേകമായിട്ടും പറയുന്നുണ്ട്. സേഫ്റ്റിക്ക് പ്രയോറിറ്റി കൊടുത്തിരിക്കണം. അതായത് ഒരിക്കലും കോസ്റ്റ് ഇഗ്നോർ ചെയ്യേണ്ട, ശരി തന്നെ, ലാഭം വേണം, ശരി തന്നെ, ബിസിനസ്സിന് ലാഭം വേണം, ബഡ്ജറ്റ് കൺസിഡറേഷൻസും ഒക്കെ എടുത്തിരിക്കണം, കോസ്റ്റ് കൺസിഡർ ചെയ്തിരിക്കണം, അതൊക്കെ ശരി തന്നെ. പക്ഷെ അതോടൊപ്പം തന്നെ എന്തുകൂടി കൺസിഡർ ചെയ്യണം, എന്തിനു കൂടി പ്രയോറിറ്റി കൊടുത്തിരിക്കണം? കസ്റ്റമറുടെ സേഫ്റ്റി കൂടി പ്രയോറിറ്റി കൊടുത്തിരിക്കണം. അവർക്ക് ഹാംഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും അവരുടെ ഹെൽത്തിനെ ബാധിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ ബാധിക്കുന്ന ഒരു പ്രോഡക്റ്റും ഒരു കൺസ്യൂമർക്കും ഒരു ബിസിനസ്സും പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? റെസ്പോൺസിബിലിറ്റി ആൻഡ് വർക്ക് പ്ലേസ് ചാലഞ്ചസ്. അടുത്ത 7th ലിങ്കേജ് റെസ്പോൺസിബിലിറ്റി ആൻഡ് വർക്ക് പ്ലേസ് ചാലഞ്ചസ്. വർക്കിംഗ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യണം, കറക്റ്റായിട്ടുള്ള നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻസ് വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം. ഒരു ബിസിനസ്സിൽ ഓരോ റോ മെറ്റീരിയൽസിനെ മുഴുവൻ പ്രോഡക്റ്റാക്കി മാറ്റി ഫിനിഷ്ഡ് പ്രോഡക്റ്റാക്കി മാറ്റുന്ന അത്രയും എഫേർട്ട് എടുക്കുന്ന ആളുകളാണ് എംപ്ലോയീസ്. അപ്പോൾ അവർക്ക് നല്ല വർക്കിംഗ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അണ്ടർ വിച്ച് പീപ്പിൾ വർക്ക് ഇൻക്ലൂഡ് പേഴ്സണൽ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് നല്ലൊരു ഓർഗനൈസേഷൻ ക്ലൈമറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. പ്രൈവസി, എംപ്ലോയീസിന് നല്ല പ്രൈവസി പ്രൊവൈഡ് ചെയ്യുക. അവരുടെ റൈറ്റ്സ് മുഴുവൻ നേടിയെടുക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുക. നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക. അവരുടെ ഗ്രോത്ത്, എംപ്ലോയീസിൻ്റെ ഗ്രോത്ത് ആരുടെ ഗ്രോത്ത് തന്നെയാണ്? സ്ഥാപനത്തിൻ്റെ ഗ്രോത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ അവരില്ലെങ്കിൽ സ്ഥാപനമില്ല എന്നുള്ളത് മനസ്സിലാക്കി അവർ സ്ഥാപനത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഇൻറ്റീഗ്രൽ പാർട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കി അവരെ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് 8th ലിങ്കേജിൽ വരുന്നത് റെസ്പോൺസിബിലിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫ് ദി എംപ്ലോയീസ്. റെസ്പോൺസിബിലിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫ് എംപ്ലോയീസ്. അതോടൊപ്പം തന്നെ എന്തുകൂടി കൺസിഡർ ചെയ്യണമെന്നാണ്? എന്തിനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം? ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ ഹെൽത്തിനും സേഫ്റ്റിക്കും കൂടി കൺസിഡർ ചെയ്യണം, അതിന് കൂടി പ്രാധാന്യം കൊടുക്കണം. എംപ്ലോയീസിന് ലീഗൽ റൈറ്റ് ഉണ്ട്. റെഫ്യൂസ് വർക്ക് വെൻ ഇറ്റ് എക്സ്പോസ് ദം ടു imminent danger and their employers are forbidden to reprimand or otherwise retaliate against them for doing so. അങ്ങനെ നിർബന്ധിച്ച് കമ്പൾസറി ആയിട്ട് ഒരു എംപ്ലോയറെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്യാൻ എംപ്ലോയിനെ ഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ, എംപ്ലോയീസിനെ കമ്പൽ ചെയ്യുകയാണെങ്കിൽ അതിനെ റെഫ്യൂസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് എംപ്ലോയീസിന് ഉണ്ട്. അപ്പോൾ അങ്ങനെ കമ്പൽ ചെയ്തിട്ട് അല്ലെങ്കിൽ നിർബന്ധിച്ച് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വർക്ക് ചെയ്യാനായിട്ട് നിർബന്ധിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഡേഞ്ചറസ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ ലോങ് ടേം ആയിട്ടുള്ള ഇമ്മിനൻ്റ് ആയിട്ടുള്ള ഹസാർഡസ് വർക്കേഴ്സിനെ പിടിച്ച് ഒരിക്കലും റോങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ആ തെറ്റായിട്ടുള്ളൊരു റൂൾസ് ഫോളോ ചെയ്യാൻ പാടില്ല. എംപ്ലോയീസിനെ കൺസിഡർ ചെയ്യണം. ഒരിക്കലും അവർക്ക് മോശമായിട്ടുള്ള അനുഭവങ്ങൾ സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാനായിട്ട് പാടില്ല. നല്ല വേജസ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല ഹെൽത്തി അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യുക. വർക്കിംഗ് കണ്ടീഷൻ നല്ല രീതിയിലുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എംപ്ലോയർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മാനേജ്മെൻറ്റ് ടീം ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു നല്ല അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്താൽ മാത്രമേ എംപ്ലോയീസിന് നല്ല പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിലൂടെ സ്ഥാപനത്തിന് നല്ലത് മാത്രമേ വരികയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അടുത്തൊരു കാര്യം പറയുന്നത് മാനേജ്മെൻറ്റ് സ്റ്റൈൽസ് ആണ്. അതായത് ഡിഫറെൻറ്റ് മാനേജ്മെൻറ്റ് സ്റ്റൈൽസ് ഉണ്ട്. ഏത് മാനേജ്മെൻറ്റ് സ്റ്റൈൽസാണ് നമ്മുടെ ബിസിനസ്സിന് വേണ്ടത്, ആ ബിസിനസ്സിൻ്റെ നേച്ചർ അനുസരിച്ച്, പ്രോഡക്റ്റിൻ്റെ നേച്ചർ അനുസരിച്ച്, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ നേച്ചർ അനുസരിച്ച്, ബിസിനസ്സിൻ്റെ ടൈപ്പ് അനുസരിച്ച് അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റൈല് സ്വീകരിക്കുക. അപ്പോൾ ഈ പറയുന്ന സാഹചര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എംപ്ലോയീസ് റാങ്ക്, ഹോണസ്റ്റ് കമ്പനിയുടെ കമ്മ്യൂണിക്കേഷൻ, പേഴ്സണൽ റെക്കഗ്നിഷൻ, റെസ്പെക്റ്റ്ഫുൾ ട്രീറ്റ്മെൻറ്റ്, സാലറി, ഗുഡ് സാലറി, അങ്ങനെ ഓരോ കാര്യങ്ങളും
ഈസ് ഡിസോണസ്റ്റ്, മാനിപ്പുലേറ്റീവ്, ഇൻഹ്യൂമൻ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോ കാര്യങ്ങളും കൺസിഡർ ചെയ്യാം. എന്നിട്ട് നമ്മുടെ ബിസിനസ്സിന് എങ്ങനത്തെ കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളത് നോക്കുക. സെറ്റായിട്ടുള്ള അല്ലെങ്കിൽ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു നല്ല മാനേജ്മെൻറ്റ് സ്റ്റൈല് അഡോപ്റ്റ് ചെയ്യാം. ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഉണ്ടായിരിക്കും. അതിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള, സ്ഥാപനത്തിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള, പ്രൊഡക്റ്റിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ലൊക്കാലിറ്റിക്ക് ആപ്റ്റായിട്ടുള്ള, നല്ല കെയർഫുൾ ആയിട്ടുള്ള നല്ലൊരു മാനേജ്മെൻറ്റ് സ്റ്റൈല് ചൂസ് ചെയ്യാം. അതും ഈ CSR ആൻഡ് എത്തിക്സ് തമ്മിലുള്ള ഒരു ലിങ്കേജിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ പറയുന്നത്. അടുത്ത ഒരു കാര്യം പറയുന്നത് മെറ്റേണിറ്റി ലീവാണ്. വുമൺ വർക്കേഴ്സ് ഉണ്ടാവുമല്ലോ, ഓരോ സ്ഥാപനത്തിലും വുമൺ വർക്കേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വുമൺ വർക്കേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഡേ കെയർ സെൻ്ററുകളും അതുപോലെ മെറ്റേണിറ്റി ലീവും പറയുന്നത്. അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. വുമൺ എംപ്ലോയീസ് ഉണ്ടാകും. അപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ടുള്ള മെറ്റേണിറ്റി ലീവ് എത്ര മാസം, 6 monthsോ അല്ലെങ്കിൽ 3 monthsോ ഒക്കെ മെറ്റേണിറ്റി ലീവ്, സാലറിയോട് കൂടിയത്, സാലറി ഇല്ലാത്തതുമായിട്ടുള്ള ലീവ്, അതുപോലെ തന്നെ ചെറിയ കുട്ടികളുള്ളവർക്ക് അത് ഡേ കെയർ പോലുള്ള അറേഞ്ച്മെൻറ്റ്സ് സ്ഥാപനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്യാം. സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിനുള്ള ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ CSRും ബിസിനസ് എത്തിക്സും തമ്മിൽ ഇങ്ങനെ നല്ല രീതിയിലുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു നല്ലൊരു ലിങ്കേജ് ഉണ്ടാക്കിയാൽ മാത്രമേ ഒരു നല്ല ബിസിനസ്, നല്ലൊരു മാനേജ്മെൻറ്റ് ലീഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം വൃത്തിയായി പഠിക്കുക. ഇത്രയൊക്കെയാണ് 8th ചാപ്റ്ററിൽ പറയുന്നത്. CSRും എത്തിക്സും തമ്മിലുള്ള ഒരു ലിങ്കിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കണക്ഷനെ കുറിച്ച് പറയുന്നത്. രണ്ടും ഒന്നാണെന്ന് പറയുന്നുണ്ട്. രണ്ടും തമ്മിൽ കണക്റ്റഡ് ആണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞു. എന്തായാലും ഇന്നത്തെ കാലത്ത് ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ്, എത്തിക്സ്, മോറലായിട്ടുള്ള ഗൈഡ് ലൈൻസിനെ കുറിച്ച് മാത്രമാണ്, ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ്, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. ഇനി അടുത്തൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.